ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മെറിറ്റ് അല്ലെങ്കിൽ ഇന്ത്യ മെറിറ്റോക്രസിയിലേക്ക് മാറണമെന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് ചിലർ മുമ്പോട്ട് വെക്കുന്നത് കണ്ടു. ഞാൻ ഒന്ന് രണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതുപോലെ തന്നെ ഉള്ളൊരു ആർഗ്യുമെന്റ് കണ്ടു. എന്നാൽ അത് ശരിയാണോ? ഇന്ത്യ മെറിറ്റോക്രസിയിലല്ലേ ഇപ്പോൾ ഉള്ളത്? നമുക്ക് മെറിറ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. എ ബി എന്ന് പറഞ്ഞ രണ്ടാളുകൾ ഒരു ബിൽഡിങ്ങിന്റെ അടിയിൽ നിന്നും 10 നിലയുള്ള ബിൽഡിംഗ് ആണ്. 10ാമത്തെ നിലയിലുള്ള ടേബിളിലുള്ള ഒരു ഫ്ലാഗിൽ ആദ്യം തൊടുന്ന ആൾക്ക് ജോലി കിട്ടും. അതാണ് അവിടുത്തെ മത്സരം. അപ്പോൾ അവിടുത്തെ പെർഫോമൻസ് നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്നത് ആ ഫ്ലാഗിൽ തൊടാൻ എടുക്കുന്ന സമയമാണ്. ഏറ്റവും കുറഞ്ഞ സമയത്ത് എത്തുന്ന ആൾക്ക് ജോലി കിട്ടും. അപ്പോൾ ഉള്ളിൽ കയറി രണ്ടുപേരും കയറി കഴിയുമ്പോഴാണ് പറയുന്നത് എക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാം, ബി സ്റ്റെയർ കേസ് കയറി തന്നെ പോകണം. ഇതാണ് മാനദണ്ഡം. അങ്ങനെ മത്സരം തുടങ്ങി. 1 മിനിറ്റ് കൊണ്ട് എ ലിഫ്റ്റിൽ കയറിപ്പോയി, ഫ്ലാഗിൽ തൊട്ടു, അയാൾക്ക് ജോലി കിട്ടി. ബി ഒരു 5 മിനിറ്റ് എടുത്തു നടന്ന് മുകളിൽ കയറാൻ വേണ്ടിയിട്ട്. ഈ മത്സരം ഫെയർ ആണ് നിങ്ങൾ തോന്നുന്നുണ്ടോ? അതായത് എ ജയിച്ചത് മെറിറ്റിലാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും അല്ല. കാരണം അയാൾക്ക് അവിടെ ഒരു ഇൻഹെറന്റ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അയാൾക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. നമ്മളുടെ നാട്ടിലെ ജാതി വ്യവസ്ഥയും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് അവളുടെ കുടുംബത്തിലെ ആദ്യത്തെ ഡിഗ്രിക്കാരിയാണ്, ആദ്യത്തെ പി ജിക്കാരിയാണ്. PhD ഇപ്പോൾ ചെയ്യുന്നുണ്ട്. 6 വർഷത്തിന് മുകളിലായി PhD ചെയ്യുന്നു. കൃത്യമായി സ്റ്റൈപ്പൻഡ് കിട്ടാത്തതും മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കാരണം അവളുടെ PhDയുടെ സംഭവം വളരെ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇവളുടെ കൂടെ ജോയിൻ ചെയ്ത വേറൊരു കുട്ടി, സാമ്പത്തികമായും മറ്റു കാര്യങ്ങൾ കൊണ്ടും മുന്നോക്കാവസ്ഥയിലുള്ളൊരു കുട്ടിക്ക് ഓൾറെഡി PhD കിട്ടി. എന്തുകൊണ്ടാണ് ഇവൾക്ക് കിട്ടാത്തത്? ഒന്ന്, അവളുടെ വീട്ടിൽ ആരും എഡ്യൂക്കേറ്റഡ് അല്ല. അവൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വീട്ടിലില്ല. 2, സാമ്പത്തികാവസ്ഥ വളരെ പരിമിതമാണ്. അവള് ഫ്രീലാൻസ് ആയിട്ടുള്ള കണ്ടന്റ് റൈറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവള് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാശുണ്ടാക്കുന്നത്. ഇത്തരത്തിലുള്ള ഇൻഹെറന്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് നിലനിൽക്കുന്ന ഒരു സമയത്ത് മെറിറ്റ് എന്നതിനെ മാർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഇൻഡിക്കേറ്റർ വെച്ച് മാത്രം അളക്കുന്നത് നീതിയില്ലാത്തൊരു കാര്യമാണ്. ഇതാണ് മെറിറ്റ് അല്ലെങ്കിൽ മെറിറ്റോക്രസിയിലേക്ക് ഇന്ത്യ മാറണം അല്ലെങ്കിൽ കേരളം മാറണം എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കാത്തൊരു കാര്യം. അടൂർ ഗോപാലകൃഷ്ണൻ, ഉണ്ണിത്താൻ അടക്കമുള്ള ആൾക്കാർക്ക് മനസ്സിലാവാത്തതാണോ, ഇത് മനസ്സിലായാലും നടിക്കുന്നതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള മെറിറ്റോക്രസി ആർഗ്യുമെന്റ് വെക്കുന്ന ആൾക്കാർ എപ്പോഴും ഓൾമോസ്റ്റ് 99% ഓഫ് ദ ടൈം അവർ ഉന്നത കുലജാതരായിട്ടുള്ള ആൾക്കാരായിരിക്കും. പറയുമ്പോൾ ജാതി